ചെറിയ പെരുന്നാൾ സന്ദേശത്തിൽ വിവാദ സിനിമ ദ കേരള സ്റ്റോറിയെ തള്ളി ഇസ്ലാം മതപണ്ഡിതർ. കള്ളം പ്രചരിപ്പിക്കുന്നവരുടെ ഉപകരണമായി മാറരുത് എന്നായിരുന്നു പാളയം ഇമാം VP സുഹൈബ് മൗലവിയുടെ പ്രസംഗത്തിലെ പരാമർശം. സിനിമ പ്രദർശിപ്പിച്ചാൽ തകരുന്നതല്ല കേരളത്തിലെ മതേതരത്വമെന്ന് KNM ഉപാധ്യക്ഷൻ ഹുസൈൻ മടവൂരും പറഞ്ഞു. പൂർണ്ണമായും വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ഇത്തരം സിനിമകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതും വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, കേന്ദ്ര ആഭ്യന്തര മന്ത്രി തന്നെ ലവ് ജിഹാദിൽ എന്ന് പാർലമെന്റിൽ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അതിനാൽ ഇത്തരം പ്രചരണങ്ങളിൽ, കുപ്രചരണങ്ങളിൽ വഞ്ചിതരാവാതെ മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ഇത്തരം സിനിമകൾ പ്രചരിപ്പിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നാം കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെ ടൂളായി മാറാൻ പാടില്ല. നമുക്കിടയിൽ ഹെയ്റ്റ് പരത്തുന്ന ഒരാവിഷ്കാരവും കലയല്ല. അകറ്റുന്നതാവരുത് കല. പരസ്പരം മടുപ്പിക്കുന്നതും പരസ്പരം സൗഹൃദത്തോടുകൂടി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നതുമാവണം കല എന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. നോക്കൂ, കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദം എത്ര മനോഹരമാണ്. ഈ സൗഹാർദ്ദം തകർക്കുന്ന വിധത്തിൽ കേരള ഹിസ്റ്ററി സിനിമയുണ്ടാക്കി പ്രദർശിപ്പിച്ചത് കാര്യമില്ല, ജനങ്ങൾ അംഗീകരിക്കില്ല. നമ്മൾ ദുഃഖത്തിലും സന്തോഷത്തിലും നമ്മൾ ഒന്നാണ്. കേരളത്തിന്റെ ഹിസ്റ്ററി അതാണ്, റിയൽ ഹിസ്റ്ററി. ദർ ഈസ് ലവ് ബട്ട് നോ ജിഹാദ്. അത് ലവ് ജിഹാദ് എന്നൊരു സാധനം ഉണ്ടാക്കിയെടുത്തു. ദർ ഈസ് ലവ്, അത് ശരിയാണ്. അത് ജാതിയും മതവും ഭാഷയൊന്നും നോക്കാതെ, വൻകര പോലും നോക്കാതെ പ്രേമം നടക്കുന്നുണ്ട്. അത് ഓരോരുത്തരും കരുതിക്കൊള്ളുക. ഏതെങ്കിലും ചെന്നി ചാടുന്നത് അത് സാമുദായിക വിഷയമല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. പക്ഷെ ദർ ഈസ് നോ ജിഹാദ്. അതിന്റെ പേരിൽ ഒരു ജിഹാദൊന്നുമില്ല ഇവിടെ. തലശ്ശേരി അതിരൂപതയുടെ നിർദ്ദേശം തള്ളി വിവാദ സിനിമ ദ കേരള സ്റ്റോറി KCYM പ്രദർശിപ്പിച്ചു. സിനിമ പ്രദർശിപ്പിച്ചതിന് ഇടുക്കി രൂപതയെ പിന്തുണച്ച് BJP മുഖപത്രത്തിൽ ലേഖനം പ്രസിദ്ധീകരിച്ചു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. സജോ, ഈ വിവാദമായ സ്റ്റോറി സിനിമ ദ കേരള സ്റ്റോറി ഇപ്പോൾ എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങളെ ലംഘിച്ച് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. യുവാക്കൾക്കിടയിൽ ബോധവൽക്കരണം നടത്താനാണ് എന്നാണ് സിറോ മലബാർ സഭയുടെ കീഴിലുള്ള രൂപതകൾ നൽകുന്ന വിശദീകരണം. അതേസമയം ഇന്ന് ഈദ് ദിനമാണ്. പ്രധാനപ്പെട്ട ഈദ് സന്ദേശമായി തന്നെ ഇസ്ലാം മത പണ്ഡിതർ പറയുന്നത് കേരളം മതസൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ നാടാണ്. അവിടെ ഇതുപോലെ കള്ളം പ്രചരിപ്പിക്കുന്ന, വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകൾ അവരിതിനെ ഒരു ഉപകരണമാക്കി മാറ്റരുത്, അവരുടെ കയ്യിലൊരു ടൂളായി ഇത് മാറരുതെന്നാണ്. എത്രത്തോളം സങ്കീർണമാണ് ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന കേരളത്തിലെ ഈ പുതിയ വിവാദങ്ങൾ? ഗോപികൃഷ്ണൻ, ആദ്യം ഇടുക്കി രൂപത വിശ്വാസോത്സവത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായാണ് കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചത്. അവരതിന് പറഞ്ഞൊരു ന്യായീകരണം, ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചത്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ എന്നതാണ്. അതിന് പിന്നാലെ ഇടുക്കി രൂപത വലിയ തോതിലുള്ള വിമർശനമുണ്ടായി, വലിയ സജീവ ചർച്ചകളുണ്ടായി. അതിന് പിന്നാലെ ഇടുക്കി രൂപതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുവെന്ന് പോസ്റ്ററൊക്കെ ഇറക്കി താമരശ്ശേരി രൂപതയും ചിത്രം പ്രദർശിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. പിന്നാലെയാണ് തലശ്ശേരി അതിരൂപതയിലെ KCYM രൂപതാ സമിതിയും കേരള സ്റ്റോറി ചിത്രം പ്രദർശിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. പിന്നാലെ പക്ഷേ രൂപതാ നേതൃത്വം ഇടപെടുകയും രൂപതയുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പള്ളികളിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് അവർ നൽകിയ പ്രസ്താവനയിൽ, വിശദീകരണത്തിൽ അവർ പറഞ്ഞത് ഈ ചിത്രം നിർമ്മിച്ചവരുടെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാനില്ല, തിരഞ്ഞെടുപ്പ് കാലത്ത് വിവാദത്തിനുമില്ല, രൂപതയുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചിത്രം പ്രദർശിപ്പിക്കില്ല എന്നതായിരുന്നു. പക്ഷേ KCYM രൂപതാ സമിതി ആ നിർദ്ദേശം തള്ളുകയാണ്. അവർ ഇന്നലെ രാത്രി 8 മണിക്ക് കണ്ണൂർ ചെമ്പൻതൊട്ടിയിലെ സെന്റ് ജോർജ് പള്ളിയുടെ പാരീഷ് ഹാളിൽ ഈ ചിത്രം പ്രദർശിപ്പിച്ചു. ആദ്യം അവിടെയുള്ള ചെറുപുഷ്പം സ്കൂളിൽ ചിത്രം പ്രദർശിപ്പിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവിടെ എതിർപ്പുണ്ടായി. പിന്നീട് പള്ളിയുടെ പാരീഷ് ഹാളിൽ ഈ ചിത്രം പ്രദർശിപ്പിച്ചു എന്നാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം. അതിനിടെ വിവിധ കോണുകളിൽ നിന്ന് സജീവമായ വിമർശനമുണ്ട്. ഇതൊരു പ്രൊപ്പഗാൻഡ സിനിമയാണ്, സമൂഹത്തിനിടയിൽ ഭിന്നിപ്പും വിദ്വേഷവും അകൽച്ചയും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ് ഈ ചിത്രം എന്ന വിമർശനം വിവിധ രാഷ്ട്രീയ സംഘടനകൾ ഉന്നയിക്കുന്നു. ഒപ്പം ഇന്ന് പെരുന്നാൾ സന്ദേശത്തിൽ വിവിധ ഇസ്ലാം മത പണ്ഡിതന്മാരും ഇതേ വിമർശനം തന്നെ ഉന്നയിക്കുന്നു. പാളയം ഇമാം VP സുഹൈൽ മൗലവി, ഇത് കള്ളം പ്രചരിപ്പിക്കുന്നവരുടെ കയ്യിലെ ഉപകരണമായി ചിത്രം പ്രദർശിപ്പിക്കുന്നവർ മാറുന്നു, ലവ് ജിഹാദ് എന്നത്
അത് കോടതിയോ അന്വേഷണ ഏജൻസികളോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെയോ അങ്ങനെ ഒരു കാര്യം അംഗീകരിച്ചിട്ടില്ല, തള്ളിക്കളയുകയാണ് ചെയ്തത് എന്ന വിമർശനം പറയുന്നു. അതോടൊപ്പം തന്നെ KNM ഉപാധ്യക്ഷൻ ഹുസൈൻ മടവൂരും സമാനമായി ഈ നാട്ടിൽ മതേതരത്വം തകരില്ല ഇത്തരമൊരു ചിത്രം കൊണ്ട് എന്ന നിലയ്ക്കുള്ള വിമർശനങ്ങളുണ്ട്. ഒപ്പം യാക്കോബായ സഭയുടെ മുൻ നിരണം ഭദ്രാസന അധിപനെ പോലുള്ള ആളുകൾ ഇത്തരം പ്രദർശനങ്ങളിൽ നിന്ന് അങ്ങനെ താല്പര്യപ്പെട്ട് വരുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവർ അതിൽ നിന്ന് പിന്മാറണം, അത് ശരിയല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ അപ്പോഴും ഈ കാര്യത്തിൽ സഭകൾക്കകത്ത് വ്യത്യസ്തമായ നിലപാട് തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വം ചിത്രം പ്രദർശിപ്പിക്കില്ല എന്ന് പറയുമ്പോഴും മറ്റു ചില രൂപതകളും പ്രത്യേകിച്ച് ഇടുക്കി താമരശ്ശേരി രൂപത, ഇവിടെയാണെങ്കിൽ രൂപതയിൽ തന്നെ രൂപത സംവിധാനത്തിൻ്റെ തന്നെ ഒരർത്ഥത്തിൽ ഭാഗമായ KCYM പോലെ യുവജന സംഘടന അവരെല്ലാവരും ചിത്രം പ്രദർശിപ്പിക്കുമെന്നൊരു നിലപാട് സ്വീകരിക്കുന്നു. കോൺഗ്രസും CPIM ഒക്കെ ഇക്കാര്യത്തിൽ അവരുടേതായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ മറ്റൊരു വിവാദത്തിലേക്ക് വഴിമാറുകയാണ്. സജോ ദേവസിയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.